എന്തുവാടെ വെച്ചു നിന്നെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. എനിക്ക് വയ്യ. സ്വന്തം ബെഡ്റൂമിൽ പോലും മര്യാദക്കൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. എന്ത് മണോ എവിടെ? എന്താടി പ്രശ്നം? എനിക്ക് എന്റെ ഉടുപ്പ് സാനിറ്റൈസ് ചെയ്യാൻ പറ്റൂലേ വീട്ടില്? എടാ നിനക്ക് അറിയാലോ എനിക്ക് ഇങ്ങനത്തെ മണമൊന്നും പറ്റത്തില്ലെന്ന്. എനിക്ക് തലവേദന എടുക്കുവാ. എടി നമ്മൾ ഇന്നലെ പാതിരാത്രി പോയിട്ട് ഡ്രസ്സ് എടുത്ത് എന്തിനാ? ഇന്ന് പ്രോഗ്രാമിന് ഇടാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ ഇപ്പൊ മേളിൽ ഇത് കഴുകിയിട്ട് കഴിഞ്ഞാൽ ഉണങ്ങത്തില്ല എന്ന സ്ഥിതി ആയതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒരു ചെറിയ സാനിറ്റൈസേഷൻ ചെയ്യുന്നത്. ആക്ച്വലി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് പ്രോഗ്രാമിന് പോകുമ്പോൾ ഇടുന്ന എനിക്കായിക്കോട്ടെ പ്രോഗ്രാമിന് നമ്മുടെ കൂടെ ഉള്ളവർക്കായിക്കോട്ടെ ഒരു ബുദ്ധിമുട്ടും ഒരു അപകടവും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞ് സാനിറ്റൈസേഷൻ എന്ന രീതിയിൽ എടുത്താൽ മതി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ ഡ്രസ്സ് എടുക്കുമ്പോഴത്തേക്കും അത് ആരൊക്കെ ഇതിനു മുമ്പ് ട്രൈ ഓൺ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. ട്രയൽ ചെയ്തവർ ഏത് സാഹചര്യത്തിൽ നിന്ന് ഓടി വന്നിട്ടാണ് കടയിൽ കയറി ട്രൈ ചെയ്തതെന്ന് നമുക്കറിയില്ല. അതുപോലെ പുതിയ ഡ്രസ്സെല്ലാം മേടിക്കുമ്പോൾ ഇത് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ പുറത്ത് എന്തെങ്കിലുമൊക്കെ മഷിയൊക്കെ മിച്ചമുണ്ടോ റെസിഡ്യൂ ഉണ്ടോ എന്ന് നമുക്ക് അറിയാത്തതുകൊണ്ട് തന്നെ ഇത് ബേസിക് ആയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കൊന്ന് കഴുകിയെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അങ്ങനെ ചെയ്യാൻ സമയമില്ലാത്ത പക്ഷം അറ്റ്ലീസ്റ്റ് ചെറിയ നമ്മളെ കൊണ്ട് പറ്റുന്ന സാനിറ്റൈസേഷനോ അല്ലെങ്കിൽ ക്ലീനിങ്ങോ ഒക്കെ ചെയ്തിട്ട് മാത്രമൊക്കെ ഇടുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ളവർക്കും എന്തെങ്കിലുമൊക്കെ അപകടങ്ങളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ട്രിക്സ് എല്ലാം ചെയ്യുന്നത്.